ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്ക് ഇന്ന് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ വോയിസസ് ഇൻ യൂണിസൺ എന്ന സെക്കൻഡ് യൂണിറ്റ് പഠിക്കാം. യൂണിറ്റിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. യൂണിറ്റിലേക്ക് പോകാം. വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? വോയിസ് എന്ന് വെച്ചാൽ ശബ്ദം. യൂണിസൺ എന്ന് വെച്ചാൽ ഐക്യം, ഒരുമിച്ച് എന്നൊക്കെ അർത്ഥം വരും. വോയിസസ് ഇൻ യൂണിസൺ എന്ന് വെച്ചാൽ ഐക്യത്തിന്റെ ശബ്ദം. നമ്മുടെ ഈ യൂണിറ്റിന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ ആണ് ഇത്. ഒരു പിക്ചറിൽ നോക്കൂ, എന്താണ് കാണുന്നത്? ഒരു നായ വെള്ളത്തിൽ പെട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആ നായയെ രക്ഷിക്കാൻ എത്ര ആളുകളാണ് ശ്രമിക്കുന്നത്? ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചിലപ്പോൾ ആ ഡോഗിനെ രക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? കുറേയധികം ആളുകൾ ഒന്നിച്ച് പരിശ്രമിക്കുകയാണല്ലേ. അപ്പോൾ ഈ ആളുകൾ തമ്മിലുള്ള യൂണിറ്റിനെ, അതായത് ഐക്യത്തെയാണല്ലേ ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാവരും ചേർന്ന് ശ്രമിച്ചപ്പോൾ എന്താണ്, ആ ഡോഗിനെ വെള്ളത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്കൊരു കോട്ട് നോക്കാം. Alone we can do so little, together we can do so much. ഹെലൻ കെല്ലറിന്റെ വാക്കുകളാണ് ഇത്. എലോൺ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്. നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ കുറച്ച് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലേ? ഹെലൻ കെല്ലർ എന്ന അമേരിക്കൻ എഴുത്തുകാരിയുടെ വരികളാണ് ഇത്. ഡോർവേ, ലുക്ക് അറ്റ് ദി പിക്ചർ. ഈ ഒരു പിക്ചർ നോക്കൂ. എന്താണ് കൂട്ടുകാരെ ഇതിൽ കാണുന്നത്? ഒരു കടൽ തീരത്ത് കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് മണലിൽ കളിക്കുകയാണല്ലേ. അവർ മണലും കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കി കളിക്കുകയാണ്. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കിയത് കാരണമാണ് ഈ മണൽ കൊട്ടാരം ഇത്രയും ഭംഗിയുള്ളതായത്. എന്നാൽ ഒരു കുട്ടി ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നതെങ്കിലോ ചിലപ്പോൾ ഇത്രയും മനോഹരമായ കൊട്ടാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ചിൽഡ്രൻ ഡൂയിങ്? ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? They are playing together and making palace with sand. അവർ ഒന്നിച്ച് കളിക്കുകയും സാൻഡ് എന്ന് വെച്ചാൽ മണൽ കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? ആ കുട്ടികൾ പരസ്പരം സഹായിക്കുന്നുണ്ടോ? ഹൗ, ഉണ്ടെങ്കിൽ എങ്ങനെ? അവർ പരസ്പരം സഹായിക്കുന്നുണ്ടല്ലേ? യെസ്, അതെ, അവർ സഹായിക്കുന്നുണ്ട്. ദേ ഹെൽപ്പ് ഈച്ച് അതർ ബിൽഡ് സാൻഡ് കാസ്റ്റിൽ. സാൻഡ് കാസ്റ്റിൽ എന്ന് വെച്ചാൽ മണൽ കൊട്ടാരം. അവർ പരസ്പരം സഹായിക്കുകയാണ് എന്തിന്? സാൻഡ് കാസ്റ്റിൽ ഉണ്ടാക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? ഷെയർ യുവർ എക്സ്പീരിയൻസസ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒരുമിച്ചിരുന്ന് ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം പരസ്പരം ഒന്ന് ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. Here is a story about people who stand together to make their home safe and peaceful. ഒരു കൂട്ടം ആളുകൾ അവരുടെ വീട് സേഫും അതുപോലെ സമാധാനപരവുമാക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്നതിന്റെ ഒരു സ്റ്റോറിയാണ് ഇത്. ദി റെയിൻബോ പീപ്പിൾ. ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ കുറച്ച് ആളുകൾ നിലത്തിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. മരത്തിന്റെ അടിയിൽ വിശ്രമിക്കുന്നു, കിടന്ന് വിശ്രമിക്കുന്നു, അല്ലേ? ഇനി നമുക്ക് ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ബിനീത്ത് ദി ക്വയറ്റ് സ്കൈ. ബിനീത്ത് എന്ന് വെച്ചാൽ താഴെ അല്ലെങ്കിൽ അടിയിൽ എന്നൊക്കെ അർത്ഥം വരും. ക്വയറ്റ് എന്ന് വെച്ചാൽ നിശബ്ദം എന്ന് വെച്ചാൽ ശാന്തമായ ആകാശത്തിനു താഴെ. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. വാസ്റ്റ് എന്ന് വെച്ചാൽ വിശാലമായ ഒരു മണൽ പ്രദേശമുണ്ട്. ആ ഒരു മണൽ പ്രദേശം എന്ന് പറയുന്നത് വളരെ ശാന്തവും സമാധാനപരവുമായിട്ടുള്ള ഒരു വില്ലേജ് ആണ്. ദി വില്ലേജസ് വർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. ആ ഒരു ഗ്രാമത്തിലെ ആളുകൾ എന്ന് പറയുന്നത് വളരെ ലളിതവും ദയയുള്ളവരുമാണ്. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അവർ ഇതുവരെയായിട്ട് അവരുടെ ആ ഒരു വില്ലേജിലുള്ള ആളുകളെ അല്ലാതെ പുറത്തുള്ള ആളുകളെ ഒന്നും അവർ ഇതുവരെ കണ്ടിട്ടില്ല. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അവർ അവരുടെ ആ ഒരു ഗ്രാമത്തിലെ ശാന്തതയും സ്വസ്ഥതയും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. വൺ ബ്രൈറ്റ് മോർണിംഗ് ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. നല്ല ശോഭയുള്ള ഒരു പകൽ സമയം സൂര്യൻ വിശാലമായ ആകാശത്ത് അതിന്റെ സ്വർണ്ണ നിറമുള്ള ലൈറ്റ് വിതറി. അതായത് നല്ല തെളിഞ്ഞ ആകാശം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
The villagers gathered in their usual spots. ആ ഗ്രാമവാസികൾ അവർ എപ്പോഴും ഇരിക്കാറുള്ള സ്ഥലത്ത് ഒത്തുകൂടി. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടാൾ ട്രീസ്. ചില ആളുകൾ നല്ല ഉയരമുള്ള മരത്തിന്റെ അടിയിൽ വിശ്രമിക്കുന്നു. സം പീപ്പിൾ സാറ്റ് അക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് ലാൻഡ്. ചില ആളുകൾ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നിലത്ത് ചമ്രം പണിഞ്ഞ് ഇരിക്കുന്നു. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട്. കുറച്ച് കുട്ടികൾ ആ നിലത്ത് കിടക്കുന്നു. സ്കെച്ചനിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്സ്. അവർ എന്താണ് ചെയ്യുന്നത്? സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് അവർ സാൻഡില് ഓരോ ചിത്രങ്ങൾ, ഓരോ രൂപങ്ങൾ വരയാണ്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മേഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? എന്തുകൊണ്ടാണ് ആ ഒരു ഗ്രാമവും അതിലെ ആളുകളും സ്പെഷ്യൽ ആയി തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും മക്കളെ? ദ വില്ലേജസ് വെർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. എന്തുകൊണ്ടാണ്? ആ ഒരു ഗ്രാമവാസികൾ എന്ന് പറയുന്നത് വളരെ ലളിതവും ദയയുള്ളവരുമായിരുന്നു. അതിനാലാണ് ആ ഒരു ഗ്രാമവും ഗ്രാമവാസികളും സ്പെഷ്യൽ ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ഡ്രോൺ പിക്ചർ ഓൺ സാൻഡ്? നിങ്ങൾ ഇതുപോലെ മണലിൽ ചിത്രം വരഞ്ഞിട്ടുണ്ടോ? വെൻ ആൻഡ് വെർ? ഉണ്ടെങ്കിൽ എവിടെ, എപ്പോൾ? അതുപോലുള്ള എക്സ്പീരിയൻസ് കൂട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യൂ. ദിസ് സ്ട്രേഞ്ച് ബ്രീസ്. സ്ട്രേഞ്ച് എന്ന് വെച്ചാൽ അപരിചിതമായ, ബ്രീസ് എന്ന് വെച്ചാൽ കാറ്റ്, അപരിചിതമായ കാറ്റ്. സഡൻലി എ വാം ബ്രീസ് swept through the village and made the air feel different and magical. പെട്ടെന്ന് ആ ഒരു വില്ലേജ് മൊത്തം ചൂടുള്ള കാറ്റ് വീശി. അപ്പോഴെന്താണ്? അവർക്ക് അവിടുത്തെ ആ ഒരു എയർ, ആ ഒരു വായു വളരെ ഡിഫറെൻ്റ് ആയിട്ടും മാജിക്കൽ ആയിട്ടും തോന്നി. എവരിവൺ ലുക്ക്ഡ് അപ്വേർഡ്. എല്ലാവരും മുകളിലേക്ക് നോക്കി. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണിത്. Their eyes widened in wonder. അവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് തുറിച്ചു നോക്കി. Colorful ribbons began to fall from the sky, fluttering like butterflies. അവർക്ക് മുകളിലേക്ക് നോക്കിയപ്പോൾ അത്ഭുതം തോന്നാൻ എന്തായിരുന്നു കാരണം? നല്ല കളർഫുൾ ആയിട്ടുള്ള റിബൺസ് എല്ലാം ആകാശത്തിലൂടെ പാറി നടക്കുന്നു. ഫ്ലട്ടറിംഗ് ലൈക്ക് ബട്ടർഫ്ലൈസ്. എന്താണ്? പൂമ്പാറ്റകൾ ചിറകടിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ആ ഒരു റിബണുകളെ കാണാൻ. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺസ് സ്പാൻ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. നീല നിറമുള്ള റിബണുകൾ താഴേക്ക് ഒഴുകി വന്നു. ചുവപ്പും നിറമുള്ള റിബണുകൾ, സ്പാൺ എന്ന് വെച്ചാൽ നൂൽക്കുക, അതായത് നൂല് കൊണ്ടൊക്കെ നമ്മൾ നൂൽക്കില്ലേ, അതുപോലെ ആകാശത്ത് ഒരു മാജിക്കൽ ടോപ്പായി നിന്നു. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം സ്ലീവ്സ്. മഞ്ഞ നിറമുള്ള റിബണുകൾ ശരത്കാലത്ത് ഇലകൾ പൊഴിയുന്നത് പോലെ ആകാശത്ത് അങ്ങനെ പൊങ്ങി നിന്നു. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്. പച്ച നിറമുള്ള റിബണുകൾ പച്ച പുല്ലുകൾ പോലെ താഴേക്ക് വീണു. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ എല്ലാവരും മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് കാണാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഹാപ്പൻഡ് വെൻ ദ ബ്രീസ് swept through the village? ആ ഒരു വില്ലേജിൽ നല്ല ചൂടുള്ള കാറ്റടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? when the breeze swept through the village made the air feel different and magical. അല്ലേ? ആ ഒരു ചൂടുള്ള കാറ്റ് അവിടെ വീശിയപ്പോൾ ആ ഒരു വില്ലേജിലെ എയർ മൊത്തം എന്താണ്? ഒരു ഡിഫറെന്റ് ആയിട്ടും വ്യത്യസ്തമായിട്ടും മാജിക്കലായിട്ടും അവർക്ക് തോന്നി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് സെന്റൻസ് ഇൻ ദ സ്റ്റോറി ഷോ ദ പീപ്പിൾ വെർ സർപ്രൈസ്ഡ്? ഈ ഒരു സ്റ്റോറിയിൽ ആളുകൾ സർപ്രൈസ് ആവുന്നുണ്ടല്ലേ, അത് ഏത് സെന്റൻസിലാണ് പറയുന്നത്? ഈ സെന്റൻസ് ആണ്. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, their eyes widen in wonder. ആ ഒരു കാഴ്ച കണ്ടിട്ട് അവർ പറയുന്നുണ്ട്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എന്ത് ഭംഗിയുള്ള കാഴ്ചയാണിത്. ആളുകൾ സർപ്രൈസ് ആയതിനെ കുറിച്ച് ഈ ഒരു വരിയിലാണ് പറയുന്നത്. നെക്സ്റ്റ് പാട്ട് നോക്കാം. റിബൺസ് ഓഫ് വണ്ടർ. അത്ഭുതങ്ങളുടെ റിബൺ. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ്ഡ് ദി റിബൺസ്. അങ്ങനെ ആ ഗ്രാമവാസികളെല്ലാം എന്താണ്? ആകാശത്തു നിന്നും വീഴുന്ന ആ ഒരു റിബണിനെ ഓടിപ്പോയി, വേഗത്തിൽ ഓടിപ്പോയി പിടിച്ചെടുത്തു. ദേ ടൈഡ് ദം അറൗണ്ട് ദംസെൽസ്. എന്നിട്ട് ആ റിബണെ എല്ലാം അവർ അവരുടെ ദേഹത്ത് ചുറ്റിക്കെട്ടി. ദ കളർ ഓഫ് ദ റിബൺ സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. ആ റിബണിന്റെ നിറമെല്ലാം അവരുടെ ദേഹത്ത് സ്പ്രെഡ് ആയതുപോലെ അവർക്ക് തോന്നി. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദി സ്കൈ. ലില്ലിയുടെ നീല നിറത്തിലുള്ള റിബൺ അവളെ ആകാശത്തിൻ്റെതുപോലെ തോന്നിപ്പിച്ചു. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദി സെറ്റിംഗ് സൺ. മാക്സിന്റെ
ചുവപ്പ് നിറത്തിലുള്ള റിബൺ അവനെ അസ്തമയ സൂര്യന്റെ കിരണം പോലെ തോന്നിപ്പിച്ചു. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ ഗ്രീൻ നിറത്തിലുള്ള റിബൺ അവളെ നല്ല സമൃദ്ധമായ, അതായത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുള്ള ഫോറസ്റ്റ് പോലെ തോന്നിപ്പിച്ചു. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദി സൺ. ലിയോയുടെ യെല്ലോ റിബൺ അവനെ സൂര്യപ്രകാശം പോലെ തിളങ്ങിപ്പിച്ചു. ദി ഡാൻസ് ആൻഡ് പ്ലേഡ്. അവരെല്ലാവരും എന്താണ്, ഡാൻസ് ചെയ്യാനും കളിക്കാനും തുടങ്ങി. ഇറ്റ് ലുക്ക് ലൈക്ക് വൈബ്രന്റ് പ്ലൂംസ് ഓഫ് എ പീകോക്ക്. പ്ലൂംസ് എന്ന് ഉദ്ദേശിക്കുന്നത് പീകോക്കിന്റെ തൂവലുകളെയാണ്. ആ ആളുകൾ അവരുടെ ദേഹത്ത് റിബണുകൾ ചുറ്റിയപ്പോൾ പീകോക്കിന്റെ നല്ല സമൃദ്ധമായ തൂവലുകളെ പോലെ അവരെ എല്ലാം കാണപ്പെട്ടു. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം പല നിറത്തിലുള്ള റിബണുകൾ. ആകാശം തന്നെ പല നിറത്തിലാണല്ലേ കാണപ്പെടുന്നത്. അതുപോലെ ആ ആളുകൾ ദേഹത്ത് ചുറ്റിയ റിബണിന്റെ അതേ നിറത്തിൽ അവരെ കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് വെൻ ദേ ടൈഡ് ദ റിബൺ അറൗണ്ട് ദെയർ ബോഡി? ആ റിബൺ ആ ആളുകളുടെ ശരീരത്ത് ചുറ്റിയപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചത്? എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ദി കളർ ഓഫ് ദി റിബൺ സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. ആ ഒരു റിബണിന്റെ കളർ ആ ആളുകളുടെ ദേഹത്ത് സ്പ്രെഡ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ഇൻ ദ പീപ്പിൾ? റിബൺ ദേഹത്ത് ചുറ്റിയപ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ആളുകൾക്ക് സംഭവിച്ചത്? ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദി സ്കൈ. അല്ലെ, ലില്ലിയുടെ നീല റിബൺ അവളെ സ്കൈനേതുപോലെ തോന്നിപ്പിച്ചു. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സ് റെഡ് റിബൺ ചുറ്റിയപ്പോൾ അവനെ സൂര്യന്റെ കിരണങ്ങളെ പോലെ തോന്നിപ്പിച്ചു. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ ഗ്രീൻ റിബൺ അവളെ നല്ല സമൃദ്ധമായ ഫോറസ്റ്റിനെ പോലെ തോന്നിപ്പിച്ചു. ലിയോസ് യെല്ലോ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദി സൺ. ലിയോയെ സൂര്യപ്രകാശം പോലെയും തോന്നിപ്പിച്ചു. വാൾസ് ഓഫ് കളേഴ്സ്, നിറങ്ങളുടെ ചുമരുകൾ. ബട്ട് സൂൺ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദി വില്ലേജ്. ആ ഒരു വില്ലേജിൽ മൊത്തം എന്താണ്, ഒരു തണുത്ത കാറ്റ് വീശി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസസ്. അപ്പോൾ എന്താണ്, ആ ആളുകൾ മൊത്തത്തിൽ മാറാൻ തുടങ്ങി. ഐ ആം ബ്ലൂ, ലില്ലി ക്രൈഡ്. ലില്ലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നീലയാണ്. ഐ ആം റെഡ്, മാക്സ് ഷൗട്ടഡ്. മാക്സ് ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ റെഡ് ആണ്. വി ലുക്ക് സോ ഡിഫറെന്റ്, ലിയോ സെഡ് ഫ്രൈറ്റൻഡ്. അപ്പൊ എന്താണ്, ആ ലിയോ പേടിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങൾ ആകെ മാറിയിരിക്കുന്നു, ഞങ്ങളെ കാണാൻ ആകെ മാറിയിരിക്കുന്നു. ദി പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ്ഡ് ടു ഡിഫറെന്റ് കോർണേഴ്സ് ഓഫ് ദി വില്ലേജ്. ആ ആളുകളെല്ലാം അവരുടെ കളറിന്റെ അടിസ്ഥാനത്തിൽ ആ വില്ലേജിന്റെ ഓരോ മൂലകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ ടോൾ ദ വൺസ് ഹു ഹാഡ് റെഡ് റിബൺസ് വി നീഡ് ടു സ്റ്റിക്ക് ടുഗെദർ. അപ്പോൾ മാക്സ് പറയാണ്, ആരൊക്കെയാണ് റെഡ് റിബൺ ഉള്ളത് അവരെല്ലാവരും ഇവിടെ ഒന്നിച്ചു നിൽക്കണം. ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെഡ് വി നീഡ് ടു സ്റ്റേ സേഫ്. അപ്പൊ ലില്ലി എന്താണ് പറയുന്നത്, ബ്ലൂ റിബൺ ഉള്ളവരെല്ലാം എന്താണ്, ഇവിടെ സേഫ് ആയി നിൽക്കണം, ഈ ഒരു കോർണറിൽ സേഫ് ആയി നിൽക്കണം. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദി സെയിം. ഇതേപോലെ തന്നെ ഗ്രീനും യെല്ലോ ഗ്രൂപ്പുകാരും അതുപോലെ തന്നെ ചെയ്യണം. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദയർ കോർണേഴ്സ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കളറുള്ളവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ ഒരു വലിയ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു വലിയ ചുമര് രൂപപ്പെടുത്തി. ഇനി ഇതിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കൂ. വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്? എന്തിനാണ് ആ ആളുകൾ വലിയ ചുമരുകൾ അവർക്ക് ചുറ്റും ഉണ്ടാക്കിയത്? എന്തിനാണെന്ന് ഇപ്പോൾ നമുക്കറിയില്ല അല്ലേ, നമുക്കത് അടുത്ത പാർട്ടിൽ നോക്കാം. ഡു യു എഗ്രി വിത്ത് ദെയർ ഡിസിഷൻ? വൈ? അവരുടെ തീരുമാനത്തിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ അത് കൂട്ടുകാർക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അതവിടെ പറയാം. എ ട്രബിൾ അൺഫോൾഡ്സ്. എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഈ ഒരു വേർഡിന് അർത്ഥം. ഡേയ്സ് പാസ്ഡ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. ഐ ആം ഹംഗ്രി, മാക്സ് കംപ്ലൈൻറ്റ്. ആ ഒരു റെഡ് ഗ്രൂപ്പിൽ എന്താണ്, വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട്, പക്ഷെ അവർക്ക് ഭക്ഷണമില്ല. അപ്പോൾ അത് മാക്സ് ഒരു പരാതിയോടുകൂടി പറയാണ്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഫുഡില്ല. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ഐ ആം തേഴ്സ്റ്റി, ലില്ലി സെഡ്. അപ്പോൾ ലില്ലി എന്താണ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ഫുഡുണ്ട്, ഭക്ഷണമുണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല, എനിക്കാണെങ്കിൽ ദാഹിക്കുന്നുണ്ട്. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ്
ബട്ട് നോ ഷെൽട്ടർ. വി ആർ വെറ്റ്, മിയ റിപ്പോർട്ടഡ്. അപ്പൊ മിയ എന്താണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്? ഞങ്ങളുടെ കയ്യിൽ വുഡ് ഉണ്ട്, പക്ഷേ ഷെൽട്ടർ ഇല്ല. ഷെൽട്ടർ എന്ന് വെച്ചാൽ എന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ഷെൽട്ടർ എന്ന് പറയാം. വുഡ് ഉണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഷെൽട്ടർ ഇല്ല. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. യെല്ലോ ഗ്രൂപ്പിന്റെ കയ്യിൽ ഷെൽട്ടർ ഉണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ എന്താണ്? ഫയർവുഡ് ഇല്ല, കത്തിക്കുന്നതിനുള്ള വിറകില്ല. ഐ ആം കോൾഡ്, ലിയോ ഷിവേർഡ്. ലിയോ തണുത്ത് വിറച്ചും കൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് തണുക്കുന്നു. ദ ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോറസ്. അപ്പോൾ ഈ ആളുകളുടെ കരച്ചിലൊക്കെ എന്താണ്? ഒരു കോറസ് പോലെ അവിടെ കേൾക്കാൻ തുടങ്ങി. കോറസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പായി പാടുന്ന പാട്ടിനെയാണ് കോറസ് എന്ന് പറയാം. അതുപോലെയാണ് അവരുടെ കരച്ചിൽ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കാൾസ് എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. സ്ട്രേഞ്ചർ എന്ന് വെച്ചാൽ അപരിചിതനായ ഒരാളെയാണ് സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് ഒരു അപരിചിതൻ അങ്ങോട്ട് വന്നു. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്, ഹി ആസ്ക്ഡ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നിലവിളിക്കുന്നത്? ഈ ഒരു പിക്ചറിൽ നമുക്ക് ആ അപരിചിതനെ കാണാം, ആ സ്ട്രേഞ്ചറെ കാണാം. അയാൾ ഒറ്റയ്ക്കാണല്ലേ വന്നിരിക്കുന്നത്. വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദി കളർഡ് ഗ്രൂപ്പ് ഫേസസ്. ഓരോ ഗ്രൂപ്പും എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ അവർ ഫേസ് ചെയ്തത്? റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. റെഡ് ഗ്രൂപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വെള്ളമുണ്ട്, പക്ഷെ അവർക്ക് എന്താണ്? ഫുഡ് ഇല്ല. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ബ്ലൂ ഗ്രൂപ്പിന് ഫുഡ് ഉണ്ട്, പക്ഷെ എന്താണ്? അവർക്ക് വെള്ളമില്ല. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ഗ്രീൻ ഗ്രൂപ്പിന് മരമുണ്ട്, പക്ഷെ അവർക്ക് ഷെൽട്ടർ ഇല്ല. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. യെല്ലോ ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ട്, പക്ഷെ അവർക്ക് എന്താണ്? ഫയർവുഡ് ഇല്ല, കത്തിക്കുന്നതിനുള്ള മരമില്ല. ഈ പ്രശ്നങ്ങളാണ് ഓരോ ഗ്രൂപ്പും നേരിട്ടത്. പാത്ത് വേ ടു യൂണിറ്റി, ഐക്യത്തിലേക്കുള്ള പാത. വി ലിവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളർ, സം വൺ റിപ്ലൈഡ്. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒരു കളറുള്ള ആളുകളുടെ കൂടെ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. അതായത് ഒരേ നിറമുള്ള ആളുകളുടെ കൂടെ മാത്രമേ ജീവിക്കാൻ കഴിയൂ. വി നീഡ് ടു സർവൈവ്. ലില്ലി സ്പോക്ക് അപ്പ്. ലില്ലി ഉറക്കെ പറഞ്ഞു, ഞങ്ങൾക്കും ജീവിക്കണം. വി നീഡ് വാട്ടർ. ദ ബ്ലൂ ഗ്രൂപ്പ് സെഡ് ലൗഡ്ലി. ബ്ലൂ ഗ്രൂപ്പ് ഉറക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. ഹു ലിവ് ബ്രിങ് അസ് ഫുഡ്. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരുക? റെഡ് ഗ്രൂപ്പ് ആസ്ക്ഡ്. റെഡ് ഗ്രൂപ്പ് ആണ് ചോദിക്കുന്നത്, ആരാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുക? ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അസ്, ദ ഗ്രീൻ ഗ്രൂപ്പ് സെഡ്. ഗ്രീൻ ഗ്രൂപ്പ് പറഞ്ഞു, ഷെൽട്ടർ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. വി നീഡ് വാംത്. ദ യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ്. അപ്പോൾ യെല്ലോ ഗ്രൂപ്പിന്റെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് ചൂടാണ് ആവശ്യം, ഞങ്ങൾക്ക് ചൂട് ആവശ്യമാണ്. ദേ ആൾ പാനിക്ഡ്. അങ്ങനെ അവരെല്ലാവരും എന്താണ്? പരിഭ്രാന്തരായി. പാനിക്ഡ് എന്ന് വെച്ചാൽ പരിഭ്രാന്തരാവുക. ആൻഡ് ദേ ഹോപ്പ്ഫുള്ളി ലുക്ക്ഡ് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദി സ്ട്രേഞ്ചർ. അപ്പോ ആ ആളുകളെല്ലാം ആ ഒരു സ്ട്രേഞ്ചറിന്റെ തിളങ്ങുന്ന കണ്ണിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കി. ആ ആളുകൾ എന്തിനായിരിക്കും അയാളെ നോക്കുന്നത്? അയാൾക്ക് ഒരു പക്ഷെ ഇവരെ സഹായിക്കാൻ കഴിയുമായിരിക്കും അല്ലെ? ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഇവർ ആ ഒരു സ്ട്രേഞ്ചറെ നോക്കുന്നത്. ഹി സ്മൈൽഡ് ജെന്റ്ലി ആൻഡ് അഡ്വൈസ്ഡ്, ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. ആ ഒരു പ്രശ്നത്തിൽ നിന്നും ആ ആളുകൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അയാൾ നൽകിയ ഉപദേശം എന്താണെന്ന് നോക്കൂ. ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഷെയർ ആസ്ക് ദ പീപ്പിൾ ടുഗദർ. വി കാനോട്ട്, ദേ സെഡ് ഫേംലി. ഷെയർ ചെയ്യാനോ? അതിനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല, അവർ ഉറച്ചു തന്നെ പറഞ്ഞു. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെഡ്, ഷെയറിംഗ് ഈസ് ദ ഓൺലി വേ. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ചർ എന്താണ്? ചിരിച്ചും കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് ഏക പോംവഴി. വൈ ഡിഡ് ദ പീപ്പിൾ റെഫ്യൂസ് ടു ഷെയർ ദെയർ തിങ്സ്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ വസ്തുക്കൾ ഷെയർ ചെയ്യുന്നത് നിരസിച്ചത്? ബിക്കോസ് ദേ ഓൺലി ലിവ് വിത്ത് ദോസ് ഓഫ് ദെയർ കളേഴ്സ്. കാരണം എന്താണ്? അവർ അവരുടെ ആ ഒരു കളറിലുള്ള ആളുകൾക്കൊപ്പം മാത്രമാണ് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്. ആ ആളുകൾക്ക് സ്ട്രേഞ്ചർ നൽകിയ ഉപദേശം എന്തായിരുന്നു? ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് ഈസ് ദാറ്റ് ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. സ്ട്രേഞ്ചറിന്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യൂ, അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു ദി സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്, വാട്ട് മൈറ്റ് ഹാപ്പൻ. സ്ട്രേഞ്ചറിന്റെ അഡ്വൈസ് അവർ കേട്ടിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവർക്ക് സംഭവിക്കുക?
അവർക്ക് അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ പോകും അല്ലേ? ഡാൻസ് ഓഫ് കളേഴ്സ്, നിറങ്ങളുടെ നൃത്തം. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ആ ഗ്രാമവാസികളെല്ലാം പരസ്പരം നോക്കി. എന്തിനാണ്? ആ ഒരു അഡ്വൈസ് ലഭിച്ചപ്പോൾ അല്ലേ? ദേ തോട്ട് ഫോർ എ വൈൽ. അവർ അങ്ങനെ കുറച്ചു നേരം ചിന്തിച്ചു. സ്ലോലി ദേ ബിഗൺ ടു ഷെയർ വാട്ട് ദേ ഹാഡ്. അങ്ങനെ അവർ പതുക്കെ അവരുടെ ആവശ്യം എന്താണോ അത് പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൻഡ്. അവർ പരസ്പരം സാധനങ്ങൾ കൈമാറാൻ തുടങ്ങിയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എവറി വൺ ഗോട്ട് എവറിത്തിങ് ദേ നീഡ്. എല്ലാവർക്കും അവരുടെ ആവശ്യം എന്താണോ അത് ലഭിച്ചു. സ്ലോലി ഹാപ്പിനെസ് ബിഗൺ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. അങ്ങനെ പതുക്കെ ആ ഒരു വില്ലേജ് മുഴുവനും സന്തോഷമുണ്ടാവാൻ തുടങ്ങി. ദേ പുൾഡ് ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻ ദെയർ റിബൺസ്. ആ ആളുകൾ അവരുടെ ചുമരുകളെല്ലാം തള്ളി മാറ്റി അവരുടെ റിബണുകൾ, ആ പല നിറത്തിലുള്ള റിബണുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് കൂട്ടി യോജിപ്പിച്ചു. ആൾ ദ റിബൺസ് ടുഗദർ ടേൺഡ് ഇൻടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. അങ്ങനെ പല നിറത്തിലുള്ള റിബണുകൾ തമ്മിൽ കൂട്ടി യോജിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റെയിൻബോ പോലെയായി മാറി. ദി പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്, കാളിംഗ് ദംസെൽസ് ദി റെയിൻബോ പീപ്പിൾ. അങ്ങനെ ആ ഒരു റെയിൻബോനെ നോക്കി ആളുകൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവർ അവരെ തന്നെ വിളിക്കുകയാണ് ദി റെയിൻബോ പീപ്പിൾ എന്ന്. ദ റെയിൻബോ റിബൺ ബിക്കം എ സിംബൽ ഓഫ് ദെയർ ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. അങ്ങനെ അവർക്കിടയിൽ രൂപപ്പെട്ട ആ ഒരു ഐക്യത്തിന്റെയും, അതായത് യൂണിറ്റിയുടെയും സന്തോഷത്തിന്റെയും ഒരു സിംബലായിട്ട്, അടയാളമായിട്ട് അവർ ആ റെയിൻബോയെ കണ്ടു. ദി വാം ബ്രീസ് റിട്ടേൺ ആൻഡ് ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. അങ്ങനെ ആ വില്ലേജിലേക്ക് വീണ്ടും ആ ഒരു വാം ബ്രീസ്, ചൂടുള്ള കാറ്റ് വീശാൻ തുടങ്ങി. അപ്പോൾ ആ റെയിൻബോ പീപ്പിളിന് സന്തോഷമായി. ദേ ലിവ്ഡ് ടുഗദർ ഇൻ ഹാർമണി. അങ്ങനെ ആ ആളുകൾ പരസ്പരം സന്തോഷത്തോടുകൂടി, ഐക്യത്തോടുകൂടി പരസ്പരം ജീവിക്കാൻ തുടങ്ങി. ഇത് എഴുതിയിരിക്കുന്നത് കരോളിൻ അസ്കർ എന്ന ആളാണ്. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ലാസ്റ്റ് തന്നിരിക്കുന്ന ഒരു ചോദ്യം കൂടി നോക്കാം. ദ വില്ലേജസ് പുൾ ഡൗൺ ദെയർ വാൾസ്, വാട്ട് ഹാപ്പൻഡ് നെക്സ്റ്റ്? ആ ഗ്രാമവാസികൾ അവരുടെ മതിലുകൾ തകർത്തപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഓൾ ദി റിബൺസ് ടുഗദർ ടേൺഡ് ഇൻടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. എല്ലാ റിബണുകളെയും കൂടി ചേർത്തപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ള മഴവില്ലാക്കി മാറ്റി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ യൂണിറ്റ് ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.